നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മയ്ക്ക് ചായ വേണോ? വല്ല വിഷവും വാങ്ങി തരാൻ പറ്റുമോ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഒരുവിധം കഷ്ടപ്പെട്ട് ഞാൻ എന്റെ മോളുടെ കല്യാണം നടത്താൻ നോക്കുക, നീ അത് മുടക്കാൻ നോക്കുന്നു. ഇങ്ങനെയല്ലാതെ പിന്നെ വേറെ എങ്ങനെയാടി ഞാൻ സംസാരിക്കണ്ടേ? നിത്യയുടെയും കൂടി സമ്മതം വാങ്ങിക്കണ്ടേ അമ്മ അവളുടെ കല്യാണം നടത്തുമ്പോ? അതല്ലേ ഒരു മര്യാദ. എന്നെ നീ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. ഈ കുടുംബം നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നവളാ നീ. എന്തിനാടി ഞങ്ങൾ എങ്ങനെ ദ്രോഹിക്കുന്നേ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു നിന്നോട്? സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അമ്മ ഈ സംസാരിക്കുന്നതൊക്കെ. അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അമ്മ ഇങ്ങനൊന്നും പറയില്ലായിരുന്നു. അമ്മ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാ നിത്യ കല്യാണത്തിന് സമ്മതിക്കാത്തന്ന്? നീ ഏഷണി കൂട്ടി കൊടുത്തിട്ട്. അല്ലായിരുന്നെങ്കിൽ എപ്പോഴും അവള് സമ്മതിച്ചേനെ. അത് അമ്മയുടെ വെറും തോന്നല അമ്മ. ശരത്ത് ആരാണെന്ന് നിത്യക്ക് നന്നായിട്ടറിയാം. ശരത്തിനെ പോലെ ഒരാളെ കല്യാണം കഴിക്കാൻ അവള് തയ്യാറല്ല. ഞാൻ തയ്യാറല്ല, അച്ഛനും തയ്യാറല്ല. അച്ഛൻ ഇങ്ങനെ കിടന്നു പോയത് അമ്മയുടെ ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് മുൻകൈ എടുത്തു എന്നുള്ള ഒറ്റ കാരണം മതി അച്ഛന് ദേഷ്യം വരാൻ. ഇറക്കി വിട്ടാണ് ആ തീരുമാനം എടുത്ത സകലരെയും ഈ വീട്ടിൽ നിന്ന്. അതുകൊണ്ട് സാഹസമൊന്നും കാണിക്കാതിരിക്കുന്നതാ അമ്മയ്ക്ക് നല്ലത്. കല്യാണം നടത്താൻ ഒരു കാരണവശാലും അമ്മയെ കൊണ്ട് പറ്റില്ല. അമ്മ വെറുതെ നാണം കെടുത്തേ ഉള്ളൂ. നാണം കെടാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. എന്റെ മോളുടെ ഭർത്താവ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് ഞാൻ തീരുമാനിച്ചും കഴിഞ്ഞു. തടയാൻ നോക്കിയാ ഈ വീടിന് പുറത്താകാൻ പോകുന്നത് നീ ആയിരിക്കും. അമ്മ വെറുതെ വാശി പിടിക്കാതിരിക്കുന്ന നല്ലത്. അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. മര്യാദക്കാണെങ്കിലേ ഞാനും മര്യാദക്കാ, അല്ലെങ്കിലേ എന്റെ തനി സ്വഭാവം നീ അറിയും. ഈ വാശി കളഞ്ഞ് വലുതെടുത്ത് കഴിക്കാൻ നോക്കു ചന്ദ്രൻ. അല്ലെങ്കിൽ ഷുഗർ ഡൗണായി കുഴഞ്ഞു വീഴും. വീഴട്ടെ, എന്നിട്ട് ചാവട്ടെ. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാളും ഭേദം അത് തന്നെയാ. എന്നാ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. നിന്റെ വാശി ജയിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ അതിനുള്ള തിരിച്ചടി കിട്ടിക്കോളൂ. എന്തു പറഞ്ഞു അവള്? ഭക്ഷണം കഴിക്കാൻ അവള് തയ്യാറൊന്നും അല്ല ചാ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പട്ടിണി കിടന്ന് വല്ലോ വരുത്തി വെച്ച ആര് സമാധാനം പറയും? എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തും. അച്ഛാ, നമുക്ക് പറയാനല്ലേ പറ്റൂ. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇതത്ര നിസ്സാരമായി എടുക്കരുത് സിദ്ധു. കാലം അത്രയ്ക്ക് മോശമാണ്. എത്രയും പെട്ടെന്ന് ഈ നിരാഹാരം അവസാനിപ്പിക്കണം. ഞാൻ എന്തായാലും കാല് പിടിക്കാനൊന്നും പോകുന്നില്ല. വയറ് വിശക്കുമ്പോ താനെടുത്ത് കഴിച്ചോളൂ. വാശി വേണോ മോനെ? അച്ഛാ, അവൾ എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ജോലിക്ക് പോകാൻ വേണ്ടിയല്ലേ? ഇപ്രാവശ്യം നമ്മളത് സമ്മതിച്ചാലേ അത് അവളൊരു അവസരമായിട്ട് എടുക്കും. പിന്നെ എന്തിനും ഏതിനും അവൾ നിരാഹാരം കിടക്കും. അവള് പറയുന്നത് മുഴുവൻ നമുക്ക് സമ്മതിക്കേണ്ടിയും വരും. ഞാൻ എന്തായാലും അതിനില്ല. അച്ഛന് പേടിയുണ്ടെങ്കിൽ അച്ഛൻ ചെന്ന് പറ. എനിക്ക് പറ്റത്തില്ല. ഹലോ ശരത്തെ, എനിക്കൊരു ഉപകാരം ചെയ്യാവോ? പറഞ്ഞു. നാളെ സിദ്ധുവിനും ഈ വീട്ടുകാർക്കും എതിരെ ഞാനൊരു യുദ്ധമുന്നണി തുറക്കാൻ പോവാ.
അതിന് ശരത്ത് എൻ്റെ കൂടെ നിൽക്കണം. അതൊക്കെ നിൽക്കാം. പക്ഷേ രഹസ്യമായിട്ടുള്ള സഹായം മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മയുടെ മുത്തശ്ശിയുടെ മുന്നിൽ എൻ്റെ ഇമേജ് പോകും. കല്യാണം അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണല്ലോ ഞാൻ. അതിനൊരു തട്ടുകേടുണ്ടാവരുത്. എന്നെ സഹായിച്ചെന്ന് കരുതി അവരൊന്നും പറയാൻ പോകുന്നില്ല. സിദ്ധുവിനെതിരെയുള്ള സമരം ആയതുകൊണ്ട് അവർ എൻ്റെ കൂടെ നിൽക്കാനാ സാധ്യത. എന്താ ഞാൻ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ച് കേട്ടോ. ആ മനസ്സിലായോ? ഉവ്വ. പക്ഷേ ഇത് കുറച്ച് റിസ്ക് അല്ലേ ചന്ദ്രേ? ഒരുപാട് കാലം ക്ഷമിച്ചില്ലേ ശരത്തെ? ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. എന്നോട് കളിച്ച എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് സിദ്ധു അറിയണം. നാറുമ്പോ എല്ലാവരും നാറും, ചന്ദ്രയും നാറും. ആയിക്കോട്ടെ, ഞാൻ എന്തായാലും നനഞ്ഞു കഴിഞ്ഞു. ഇനി കുളിച്ചിട്ടേ കേറുന്നുള്ളൂ. അടിക്കടി. ഇനി എന്റെ പോളിസി അതാ. ശരി, ചന്ദ്രയുടെ ആഗ്രഹമാണെങ്കിലും അങ്ങനെ നടക്കട്ടെ. ഞാൻ കൂടെ ഉണ്ടാവും. താങ്ക് യു. ആ നീ എന്റെ കല്യാണം നടത്തില്ല എന്ന് വെല്ലുവിളിച്ചൊന്ന് കേട്ടു. അതെ, വെല്ലുവിളിച്ചു. അതിന് നിന്നെ കൊണ്ടൊക്കെ അതിന് പറ്റൂ? കല്യാണം നടത്തി നോക്ക്, അപ്പൊ അറിയാം പറ്റോ ഇല്ലയോന്ന്. എന്ത് കണ്ടിട്ടാടി നീ ഇങ്ങനെ തുള്ളുന്നത്? എന്നോട് മത്സരിക്കാനുള്ള ശക്തി ഉണ്ടെന്നാണോ നിന്റെ വിചാരം? ഇത് ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ ശരത്തെ, ശക്തി കാണിക്കാൻ വേണ്ടി. ഇത് ജീവിതമല്ലേ. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തുകൊണ്ടാ ഇപ്പൊ ഈ കല്യാണം നടത്താൻ ആഗ്രഹിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കത് ചെയ്യാൻ പറ്റുമായിരുന്നോ? ആണല്ലോ, അത് മനസ്സിലായല്ലോ. ഇങ്ങനെ ആരോഗ്യത്തിലുണ്ടായിരുന്നെങ്കിലേ എനിക്ക് ഇങ്ങനെ ഒരു കല്യാണം നടത്താൻ പറ്റില്ലായിരുന്നു. എടി, ഇങ്ങനെ വീണത് എങ്ങനെയാണെന്നാ നീ വിചാരിക്കുന്നത്? ഞാനാ അതിന് കാരണം. എനിക്കെതിരെ പ്രവർത്തിച്ച ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. ഇപ്പൊ അച്ഛൻ, അടുത്തൂഴ നിന്റെ, പിന്നെ നിത്യ. എന്റെ കല്യാണം നടന്നില്ലെങ്കിലേ ഈ മുറിയിൽ ഇനിയും കട്ടിലിടേണ്ടി വരും. നിനക്കും നിത്യക്കും കിടക്കാൻ. പറഞ്ഞത് ചെയ്യുന്നവനടി ശരത്ത്.